നിറവിലേക്ക് സ്വാഗതം. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിലെറിയാൻ കഴിവുള്ളവനെ ഭയപ്പെടുവിൻ. വിശുദ്ധ ക്വിന്റിന്റെ ഈ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ നിറവ് ആരംഭിക്കാം. റിയ ജോർജ് ആലപിക്കുന്ന മഞ്ഞുകാറ്റ് പോലെ എന്ന ഗാനമാണ് ആദ്യം. പോലെ സജാരി നീ തന്നെ കന്യാമ്പി മോഹ
മോക്ഷവാതിലായ കന്യനേ, മഞ്ഞുകാറ്റുപോലെ ഇന്നും എൻ്റെ ഹൃദയത്തിൽ നല്ല മാതാവേ അങ്ങ് വന്നിടൂ. സുരലോക സൂര്യൻ സുവിശേഷകാതൽ മനദീപമാകാം മനസ്സാകണേ. അങ്ങ് വന്നിടൂ. ആധുനിക കാലത്ത് ഇലക്ട്രോണിക് ഡിവൈസുകൾക്ക് അടിമകളാകുന്ന യുവത്വങ്ങളെക്കുറിച്ചാണ് ബ്രദർ ശശി ഇമ്മാനുവേൽ നമ്മോട് സംസാരിക്കുന്നത്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. ഈ അടുത്ത നാളുകളിൽ ലഭിച്ച രസകരമായ ഒരു വാട്സപ്പ് സന്ദേശം ചിലപ്പോൾ ചിലപ്പോൾ കിട്ടിക്കാണും. നമ്മുടെ ഇന്നലകളിലെ ABCDE, A for ആപ്പിൾ, B for ബോൾ, C for കാറ്റ്, D for ഡോഗ്, ഇങ്ങനെ കുട്ടികൾ പറയുന്ന E for എലഫൻറ്റ്, ഇങ്ങനെയായിരുന്നു. പക്ഷേ ടീനേജ് ആ കാലഘട്ടങ്ങളിൽ ഇന്ന് നമ്മുടെ ABCD മാറുകയും അത് A എന്ന് പറയുന്നത് A for ആൻഡ്രോയിഡ് ആയിട്ടും B for ബ്ലൂടൂത്ത് ആയിട്ടും അതുപോലെ C എന്ന് പറയുന്ന കറൻസി ആയിട്ടും D for ഡാൻസ് അല്ലെങ്കിൽ ഡ്രഗ്സ്, E for എൻജോയ്, അങ്ങനെ വഴിമാറുന്നു. പ്രായമാകുമ്പോൾ ആ ABCD, A for അറ്റാക്ക്, B for ബ്ലഡ് പ്രഷർ, C for കൊളസ്ട്രോൾ, പിന്നെ D ഡയബറ്റിക്സ്, E എമർജൻസി. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വാട്സപ്പ് സന്ദേശമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, ഈ നാളുകളിലൊക്കെ പ്രത്യേകിച്ച് A for ആപ്പിൾ എന്ന് പറഞ്ഞിരുന്ന കുഞ്ഞുങ്ങൾ ആൻഡ്രോയിഡിലേക്കും ഡ്രഗ്സിലേക്കും പണത്തോടുള്ള അമിതമായ അഭിനിവേശത്തിലേക്കൊക്കെ വഴിമാറിയിട്ട് താളം തെറ്റുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഡ്രഗ്സിനൊക്കെ അഡിക്റ്റായിട്ട് ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഒരു കുടുംബം കടന്നു വന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ ചോദിച്ചു, പുറത്തുള്ളത് ആരാണ്? അതിന് കുഞ്ഞു കൊടുത്ത മറുപടി, ഹീ ഈസ് മൈ ബയോളജിക്കൽ ഡാഡി ഓൺലി. അദ്ദേഹം എൻ്റെ ഒരു ബയോളജിക്കൽ ഫാദർ ഓൺലി, ഡാഡിയല്ല, അതെൻ്റെ ബയോളജിക്കൽ ഫാദറാണ്. പ്രശസ്ത എഴുത്തുകാരൻ റോബിൻ ശർമ്മ തൻ്റെ ഒരു പുസ്തകത്തിൽ പറഞ്ഞു, ദ പാരഡോക്സ് ഓഫ് അവർ വയേർഡ് വേൾഡ് ഈസ് ദാറ്റ് വി ആർ മോർ കണക്റ്റഡ് ഇലക്ട്രോണിക്കലി, ലെസ് കണക്റ്റഡ് ഇമോഷണലി. ഇന്ന് വൈകാരിക ബന്ധങ്ങൾ ഇല്ലാതാവുകയും ഇമോഷണൽ റിലേഷൻഷിപ്പ് ഇല്ലാതാവുകയും ഇലക്ട്രോണിക്, വി ആർ മോർ കണക്റ്റഡ് ഇലക്ട്രോണിക് ആ ഡിവൈസ് വഴിയാണെന്ന് ബന്ധം. എന്നാൽ ഇമോഷണൽ ബന്ധങ്ങൾ വല്ലാതെ ഇല്ലാതായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് പണത്തിൻ്റെ അമിത ലഭ്യതയും അതുപോലെ കുടുംബത്തിൻ്റെ തകർച്ചകളുമൊക്കെ കുഞ്ഞുങ്ങളിലേക്ക് ലഹരിയായിട്ടും മറ്റു പല അഡിക്ഷനായിട്ടും ഒക്കെ അവരുടെ ജീവിതത്തെ താറുമാറാക്കുന്നത്. വിശുദ്ധ ചാവറ പിതാവ് പറഞ്ഞു, തൊട്ടിലാട്ടുന്ന കരങ്ങളുടെ വളർത്തുദോഷം കൊണ്ട് വീട്ടിൽ തീ കോരിയിടാൻ ഇടവരരുത്. തൊട്ടിലാട്ടുന്ന കരങ്ങൾ വളരെ ജാഗ്രത പാലിക്കണം. അപ്പോൾ വീടിനകത്ത് എന്ത് കാണണം, ഏതുതരം ചാനലുകൾ പ്രവർത്തിക്കണം, ഏതുതരം ഗാനങ്ങൾ കേൾക്കണം, ഇതൊക്കെ പലരും കരുതുക തൊട്ടിലാട്ടുന്ന അല്ലെങ്കിൽ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞല്ലേ, അതിന് പലതും മനസ്സിലാവുമൊന്നുമില്ല.
അതുകൊണ്ട് ഏത് തരം പ്രോഗ്രാമുകളും ഏത് തരം കാഴ്ചകളും ഇന്ന് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നമുക്ക് സുലഭമായിട്ട് കാണാൻ കഴിയും. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ജനറേഷൻ സെഡ് അഥവാ ജനറേഷൻ ആൽഫ എന്ന് വിളിക്കുന്ന ഒരു പുതിയ തലമുറ. അവർ ഡിജിറ്റൽ നേറ്റീവ്സാണ്. ഒരു DNA അവരുടെ തലയിലുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളെ പെട്ടെന്ന് പഠിക്കാനും കീഴടക്കാനും ഒക്കെ. പക്ഷെ ആ കുഞ്ഞുങ്ങളോട് നമുക്ക് പറയാൻ കഴിയണം, ഗാഡ്ജറ്റ്സ് എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും സോഷ്യൽ മീഡിയയും ഒക്കെ ഒരു നല്ല സെർവൻ്റാണ്, പക്ഷെ ക്രൂരനായ യജമാനനാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഗാഡ്ജറ്റ് ഡി അഡിക്ഷൻ സെൻ്ററുകൾ. ഗാഡ്ജറ്റ് ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ പ്രത്യേകിച്ച് അമിതമായിട്ട് ഇത്തരത്തിലുള്ള മൊബൈൽ ഗെയിംസിനും മറ്റ് പലതിനൊക്കെ അടിമകളായി ഒരു മനുഷ്യനെ പോലെ പെരുമാറാനാകാത്ത കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെയൊക്കെ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ പോയ സന്ദർഭങ്ങളിൽ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ കൗതുകത്തോടെ കേട്ട് കടന്നു പോന്നെങ്കിൽ, പ്രിയമുള്ളവരെ, ഇന്ന് ഈ അവസ്ഥ നമ്മുടെ രാജ്യത്തും ഒക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടികൾ A4 ആപ്പിൾ എന്ന് പറഞ്ഞിരുന്നിടത്ത് ആൻഡ്രോയിഡായിട്ടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നൂതനമായ ഒന്നിലേക്ക് മാറുമ്പോൾ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ വൈകാരിക ബന്ധം, ആ ഇമോഷണൽ റിലേഷൻഷിപ്പ് എവിടെയാണ്. ഒരു വൈദികൻ പറയും, അദ്ദേഹം വികാരി ജനറാളൊക്കെ ആയിരുന്ന സമയത്ത് പറയുകയാണ്, മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുമ്പോൾ, ഒരുപാട് രൂപതയും ഒരു മറ്റ് കാര്യങ്ങളും അഡ്മിനിസ്ട്രേഷനൊക്കെയായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ വീട് വരെ ഓടിച്ചെല്ലും. രോഗിയായി കിടക്കുന്ന അമ്മയുടെ അടുത്ത് ഇത്തിരി സമയമൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ വല്ലാതെ മനസ്സ് ശാന്തമാവുന്നു. അമ്മയ്ക്കറിയില്ല മകൻ എന്തുമാത്രം സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നു, ഏത് വലിയ ഉത്തരവാദിത്തമാണ് വഹിക്കുന്നത്. പക്ഷെ അമ്മയുടെ ചാരയിരിക്കുമ്പോൾ ഇതേ പുരോഹിതൻ തന്നെ കൂട്ടിച്ചേർക്കുന്നു, നമുക്ക് ഇന്ന് ഈ ഇലക്ട്രോണിക് യുഗത്തിൽ അകലെയുള്ളതെല്ലാം അടുത്തെത്തി. എവിടെയെങ്കിലും നടക്കുന്ന ഫുട്ബോൾ ഗെയിംസ്, അത് ഏത് രാജ്യത്താവട്ടെ, നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിലിരുന്ന് നമുക്ക് കാണാൻ മാത്രം അകലെയുള്ളതെല്ലാം അടുത്തെത്തിയപ്പോൾ അടുത്തുള്ളതെല്ലാം നമുക്ക് അകലെയാകാൻ തുടങ്ങി. ഏറ്റവും വലിയ അകലം പ്രിയപ്പെട്ടവർക്കിടയിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ചറിയണം, ബ്ലൂടൂത്തും ആൻഡ്രോയിഡും അല്ലെങ്കിൽ ഇന്നത്തെ വില കൂടിയ ഗാഡ്ജറ്റ്സും ഒക്കെ തീർത്ത ഒരു ലോകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ വൈകാരികമായിട്ട് സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ ആവാത്ത വിധം കബളിപ്പിക്കപ്പെടുന്നുണ്ട്. ആരോ പറഞ്ഞു, എവറിബഡി നോസ് ദ പ്രൈസ് ഓഫ് എവറിത്തിങ് ബട്ട് നോബഡി നോസ് ദ വാല്യൂ ഓഫ് എനിത്തിങ്. എല്ലാറ്റിൻ്റെയും വില അറിയാം, ഒന്നിൻ്റെയും മൂല്യം അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു അമിതമായ അല്ലെങ്കിൽ ഒരു ധാരാളിത്തത്തിൻ്റെയൊക്കെ ഒരു ജീവിതം പഠിച്ചെടുക്കുന്നു. ആ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നമുക്ക് ഇന്ന് പരാജയം സമ്മതിക്കേണ്ടി വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ A എന്ന് പറയുന്നത്, B എന്ന് പറയുന്നത് ദൈവകേന്ദ്രീകൃതമാണ്. A for ask and ye shall receive. ചോദിക്ക്, നിനക്ക് തരാം എന്ന് പറഞ്ഞ ദൈവത്തോട് ചോദിക്കണം. സമാധാനം, ഈ കുഞ്ഞുങ്ങളുടെ വിശുദ്ധീകരണം, നമ്മുടെ വീടിൻ്റെ സ്വസ്ഥത, പ്രത്യേകിച്ച് ഈ ഒരു ഗാഡ്ജറ്റ് അഡിക്ഷൻ്റെ കാലത്ത് ദൈവമേ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. അതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ B എന്ന് പറയുമ്പോൾ നമ്മുടെ ബേർഡൻ മുഴുവനായിട്ടും ദൈവകരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയണം. ആ ദൈവത്തിൻ്റെ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം. അതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഇന്ന് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് മാറിയ ഒരു കാലത്ത് പരിശുദ്ധാത്മാവ് തരുന്ന പ്രചോദനങ്ങൾക്കനുസൃതമായിട്ട് നമുക്ക് നമ്മളെ തന്നെ കാത്തുപരിപാലിക്കാനായിട്ട് കഴിയണം. ഇന്ന് പലരും തമാശ രൂപത്തിൽ പറയും, മലയാളി ഒരു
30 കഴിഞ്ഞാൽ PhD ആണ്. എന്താണ് PhD? പ്രഷർ ഹാർട്ട് ഡയബറ്റിക്സ്. ഏതെങ്കിലും ഒരു രോഗം അവരെ പിടികൂടുന്നു. കോവിഡാനന്തര ലോകത്ത് നമ്മളിന്ന് നമുക്കറിയാം, ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ആരോഗ്യം നഷ്ടപ്പെട്ടവരായിട്ട് മാറുന്നു. അവിടെയൊക്കെ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാനും അതുപോലെ നല്ല ഒരു ജീവിതം നയിക്കാനും, ആരോഗ്യമുള്ളൊരു ജീവിതം നയിക്കാനും ഒക്കെ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും പ്രത്യേകമായിട്ട് ഈ ഒരു ഗാഡ്ജറ്റ് അഡിക്ഷൻ്റെ ഒരു കാലഘട്ടത്തിൽ കാത്തുപരിപാലിക്കാൻ നമുക്ക് കഴിയണം. തൊട്ടിലാട്ടുന്ന കരങ്ങൾക്ക് ജാഗ്രതയുണ്ടാകേണ്ട ഒരു കാലം. നമ്മളിന്ന് ഇലക്ട്രോണിക്കലി വി ആർ മോർ കണക്റ്റഡ്, ഇമോഷണലി നമ്മൾ വളരെ കുറച്ച് മാത്രം ബന്ധമുള്ളവരായിട്ട് മാറുന്നു എന്ന് പറഞ്ഞ ആ വിചാരത്തോട് ചേർത്ത് നമുക്ക് സ്നേഹത്തോടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാനും കേൾക്കാനും സ്വസ്ഥമായി അവരോടുകൂടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കാനും ഒക്കെ കഴിയണം. ഒരിക്കലൊരു കോളേജ് ഹോസ്റ്റലിൽ കുട്ടികളുമായിട്ടൊക്കെ അവരുടെ ചില പ്രശ്നങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ സ്വകാര്യമായിട്ടൊരു പെൺകുട്ടി അവൾ പറഞ്ഞു, എൻ്റെ അമ്മ എന്നെ മോളെ എന്ന് സ്നേഹത്തോടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ ഞാനിന്ന് ഈ ഒരു അവസ്ഥ ആകില്ല. അപ്പോൾ അതിൻ്റെ കാരണങ്ങളിലൊന്ന് ഈ കുട്ടി ഇന്ന് എത്തിപ്പെട്ട് നിൽക്കുന്ന ചില ഏടാകൂടങ്ങളാണ്. തെറ്റായ ചില ബന്ധങ്ങൾ, അതൊക്കെ ഇന്ന് അവളുടെ ജീവിതത്തെ താറുമാറാക്കുന്നു. മറ്റൊരു കുട്ടിയുടെ സങ്കടത്തിൽ അവൾ പറഞ്ഞു, ഈ വർഷത്തെ എൻട്രൻസിൻ്റെ റിസൾട്ട് വരുമ്പോൾ, റിസൾട്ട് വന്നാൽ ഒരു മരണം ഉറപ്പാണ്, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അമ്മ. കാരണം അത്രയും പ്രഷറൈസ്ഡ് ആണ് ആ കുട്ടി. അവൾ റിപ്പീറ്ററല്ല, റിപ്പീറ്ററാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആ കുഞ്ഞിനോട് സ്നേഹപൂർവ്വം ഡോക്ടറാകാനൊക്കെ ഇഷ്ടമായിട്ടാണോ ഇങ്ങനെ പാടുപെടുന്നത് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി പറയുന്നു, അല്ല, ഞാൻ കുറച്ചൊക്കെ കവിതയും കഥയൊക്കെ എഴുതും. ചില ഇംഗ്ലീഷ് പത്രത്തിലൊക്കെ അത് പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ എടുത്ത് ആ രീതിയിൽ മുന്നോട്ട് പോകാനാണ് താല്പര്യം. പക്ഷേ അത് വീട്ടിലെ സമവാക്യങ്ങൾക്ക് വിരുദ്ധമാണ്. ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ചേട്ടൻ്റെ വീട്ടിലെ കുട്ടി ഡോക്ടറാണ്, അതുകൊണ്ട് ഇവിടെ ഒരാൾ വേണം. പ്രിയമുള്ളവരെ, നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. ധൂർത്തുപുത്രൻ തിരിച്ചു വരുന്ന സമയത്ത് മറ്റെല്ലാം മറന്ന് ആലിംഗനം ചെയ്യുന്ന ഒരു പിതാവിൻ്റെ ചിത്രം ക്രിസ്തു വരച്ചിടുന്നുണ്ട്. അപ്പോൾ ആ തുറന്നിട്ട വാതിൽ നമുക്കും ഒരു മാതൃകയാവട്ടെ. നമുക്ക് കുഞ്ഞുങ്ങളെ വൈകാരികമായിട്ട് സ്നേഹിക്കാൻ കഴിയട്ടെ. ഈ ഗാഡ്ജറ്റ് അഡിക്ഷൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് വിവേകമുള്ള ഒരു ജീവിതം നയിക്കാൻ ആവശ്യമായ പ്രസാദവരത്തിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ. പുതിയൊരു കഥയുമായി നിഷ ചേച്ചി റെഡിയാണ്. കാണാം പോസിറ്റീവ് വൈബ്സ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ലോകപ്രശസ്തനായ ഒരു ഇറ്റാലിയൻ മ്യൂസിഷ്യനാണ് എൻറിക്കോ കാറൂസോ എന്ന വ്യക്തി. പ്രശസ്തനായ ഒരു ഓപ്പറ സിംഗർ. അദ്ദേഹത്തിൻ്റെ ജീവിതകഥ വളരെ പ്രചോദനാത്മകമാണ്. 11 വയസ്സുള്ള എൻറിക്കോ തൻ്റെ അമ്മയോടൊപ്പമാണ് ഇറ്റലിയിലെ നേപ്പിൾസ് എന്ന നഗരത്തിൽ താമസിച്ചിരുന്നത്. ദരിദ്രരായിരുന്ന അമ്മയും മകനും തങ്ങളുടെ ദൈനംദിന ജീവിതം നടത്തിക്കൊണ്ടു പോകുവാൻ ജോലി ചെയ്തിരുന്നു. എൻറിക്കോ ഒരു ഫാക്ടറിയിലാണ് തൻ്റെ ചെറിയ പ്രായത്തിൽ ജോലി ചെയ്തിരുന്നത്. ചെറുപ്പം മുതലേ സംഗീതത്തോട് തീവ്രമായ അഭിനിവേശവും താല്പര്യവും ഉണ്ടായിരുന്ന എൻറിക്കോ തനിക്ക് ചുറ്റുമുള്ള എല്ലാത്തിലും സംഗീതം കണ്ടെത്താൻ ശ്രമിച്ചിരുന്നു. കാറ്റിലും തിരമാലയിലും കിളികളുടെ കൊഞ്ചലിലും മാത്രമല്ല, താൻ ജോലി ചെയ്തിരുന്ന ഫാക്ടറിയിലെ യന്ത്രങ്ങളുടെ ശബ്ദത്തിൽ പോലും സംഗീതം കണ്ടെത്താൻ അവൻ ശ്രമിച്ചിരുന്നു. ഒഴിവു സമയങ്ങളിലെല്ലാം മ്യൂസിക് നൊട്ടേഷൻസ് പഠിക്കുവാനും സംഗീതോപകരണങ്ങൾ വായിക്കുവാനും അവൻ സമയം കണ്ടെത്തിയിരുന്നു.
എൻറിക്കോയുടെ സംഗീത അഭിരുചിയെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു അവൻ്റെ അമ്മ. സംഗീതം പഠിക്കുവാനുള്ള അവൻ്റെ ആഗ്രഹം അവനെ ഒരു സംഗീത അധ്യാപകൻ്റെ അടുക്കലെത്തിച്ചു. ഒന്ന് പാടി കേൾപ്പിക്കുവാൻ ആവശ്യപ്പെട്ട സംഗീത അധ്യാപകൻ അവൻ്റെ പാട്ട് കേട്ട് അവനെ അപമാനിക്കുകയും സംഗീതത്തിൽ ഒരിക്കലും അവന് ഭാവിയില്ല എന്ന് ആക്ഷേപിച്ച് അയാൾ അവനെ തിരിച്ചുവിട്ടു. ഇത് എൻറിക്കോയുടെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു. അന്നു മുതൽ അവൻ സംഗീതത്തോടുള്ള തൻ്റെ അഭിരുചി മാറ്റിവെച്ചു. അതിൽ താല്പര്യമില്ലാതെയായി. കൂട്ടുകാരോടൊത്ത് അവൻ തെരുവിൽ അലഞ്ഞു നടക്കാൻ തുടങ്ങി, മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാൻ തുടങ്ങി. എൻറിക്കോയ്ക്ക് വന്ന ഈ മാറ്റം കുറച്ചു നാളുകൾക്കുള്ളിൽ അവൻ്റെ അമ്മ ശ്രദ്ധിച്ചു. ഒരു ദിവസം അമ്മ അവനെ തൻ്റെ അടുക്കൽ വിളിച്ച് ഇങ്ങനെ ആവശ്യപ്പെട്ടു: എത്ര നാളായി ഞാൻ നിന്റെ പാട്ട് കേട്ടിട്ട്, നീ ഒന്ന് പാടാമോ? എൻറിക്കോ വീണ്ടും തൻ്റെ പിയാനോയുടെ അടുത്ത് ചെന്നിരുന്ന് പാടി തുടങ്ങി. അമ്മയും അവൻ്റെ കൂടെ ചേർന്ന് പാടി. അമ്മ അവനോട് പറഞ്ഞു: എനിക്ക് നല്ല ഒരു സംഗീത അധ്യാപകനെ അറിയാം, ഞാൻ നിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോകാം. തീർച്ചയായും നീ ജീവിതത്തിൽ ഒരു വലിയ മ്യൂസിഷ്യനായി മാറുക തന്നെ ചെയ്യും. എനിക്ക് നിന്നിൽ അത്രയേറെ വിശ്വാസമുണ്ട്. നീ വളരെ നന്നായാണ് പാടുന്നത്. അമ്മയുടെ പ്രോത്സാഹനവും ഗൈഡൻസുമാണ് എൻറിക്കോ എന്ന വ്യക്തിയെ ലോകപ്രശസ്തനായ ഒരു മ്യൂസിഷ്യനായി പിന്നീട് മാറ്റിയത്. ഒരു വ്യക്തിയെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ അമിത പ്രതീക്ഷകൾ അവർക്ക് ഭാരമാകാം. അതുപോലെ തന്നെയാണ് പ്രതീക്ഷയില്ലായ്മയും. ആരും പ്രതീക്ഷിക്കാനില്ലാത്തത് കൊണ്ട്, ആരും തങ്ങളിൽ വിശ്വസിക്കാനില്ലാത്തത് കൊണ്ട് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടാതെ പോയ, വളരാൻ ആഗ്രഹിക്കാതെ പോയ അനേകരെ നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും. തീരെ കഴിവില്ലാത്തവർ അല്ലെങ്കിൽ കഴിവ് കുറഞ്ഞവർ എന്നൊക്കെ നാം കരുതിയ പലരും പിന്നീട് ഉയരങ്ങളിലെത്തുമ്പോൾ അവരെക്കുറിച്ച് ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചില്ല എന്ന് ആശ്ചര്യപ്പെടുന്നതിന് കാരണം ഇതാണ്. ഓരോ മനുഷ്യനും ഓരോ മിസ്റ്ററിയാണെന്ന് നമുക്കറിയാം. നമ്മൾ കാണുന്നതിനും എത്രയോ അപ്പുറമാണ് ഓരോരുത്തരിലുമുള്ള നന്മകളും കഴിവുകളും കുറവുകളും എല്ലാം. നാം കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ അവരിലെ നന്മകൾ, കഴിവുകൾ എത്ര ചെറുതുമായിക്കോട്ടെ, ഒരിക്കലും പ്രതീക്ഷയില്ലായ്മ കൊണ്ട്, വിശ്വാസമില്ലായ്മ കൊണ്ട് അതിനെ തല്ലിക്കെടുത്താതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ചില പ്രതീക്ഷകൾ, നമുക്ക് മറ്റുള്ളവരെക്കുറിച്ചുള്ള ചില സ്വപ്നങ്ങൾ, അത് അവർക്ക് ചിറകുമുളപ്പിക്കും. അത് അവർക്ക് പ്രോത്സാഹനമായും ജീവിതത്തിൽ വിജയത്തിലേക്കുള്ള കുതിപ്പായും മാറും. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിലെറിയാൻ കഴിവുള്ളവനെ ഭയപ്പെടുവിൻ. വിശുദ്ധ കിണ്ടിന്റെ ഈ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ദിവസം വീണ്ടും കാണുന്നത് വരെ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മഞ്ഞുകാറ്റുപോലെ ഇന്നും എൻ്റെ ഹൃദയത്തിൽ നല്ല മാതാവേ അങ്ങ് വന്നിടൂ. മഞ്ഞുകാറ്റുപോലെ ഇന്നും എൻ്റെ ഹൃദയത്തിൽ നല്ല മാതാവേ അങ്ങ് വന്നിടൂ. സുരലോക സൂര്യൻ സുവിശേഷ